നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. തൃശങ്കുവിലായ PV അൻവറിനെ UDF തങ്ങളുടെ ബസ്സിനുള്ളിൽ കയറ്റുമോ ഇല്ലയോ? അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും അൻവറിനെ പൂർണ്ണമായും പിണക്കാൻ UDF തയ്യാറല്ല. അനുനയ ശ്രമങ്ങൾ എങ്ങനെയൊക്കെയെന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. ഒപ്പം കനത്ത മഴയാണ്, കാലവർഷം കലിതുള്ളുകയാണ്, കരുതിയിരിക്കുക. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് എത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ശക്തമായ പടിഞ്ഞാറൻ കാറ്റിനും സാധ്യത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി ചൊക്രമുടിയിലെ അനധികൃത തടയണ നികത്തണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇതുവരെ നടപ്പായില്ല. മഴ ശക്തമായതോടെ ഉരുൾപൊട്ടൽ ആശങ്കയിൽ പ്രദേശവാസികൾ. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാടുന്ന BJP കോൺഗ്രസ് ഹർത്താൽ. ദുരന്തബാധിതരെ അവഗണിച്ചെന്നും സർക്കാർ പട്ടികയിൽ നിന്ന് അർഹരായവരെ ഒഴിവാക്കിയെന്നും ആരോപണം. 50ഓളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ ഉത്തരവിട്ട അമേരിക്കൻ ഫെഡറൽ കോടതി. ഏകപക്ഷീയമായി താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടി അധികാര ദുർവിനിയോഗമെന്ന കോടതി. ചുങ്കം ചുമത്താൻ പ്രസിഡന്റിന് ഏകപക്ഷീയമായ അധികാരമില്ല. മറ്റ് രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം US കോൺഗ്രസിനെന്നും കോടതി. UDF പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തുടർ നടപടികൾ ആലോചിക്കാൻ PV അൻവർ. വൈകിട്ട് മഞ്ചേരിയിൽ പാർട്ടി യോഗം. മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നീക്കം. UDF നേതൃയോഗവും ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിക്കിം, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കാണും. ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ജമ്മു കശ്മീർ സന്ദർശനം ഇന്നു മുതൽ. IPL-ലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബും ബംഗളൂരുവും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 മുതൽ. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകൾക്ക് പിറകെ വയനാട്ടിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ശക്തമായ പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങളുമായി ദേവികയും, കൊച്ചിയിൽ നിന്ന് അശ്വതിയും, കോഴിക്കോട് നിന്ന് വർഷയും ചേരുന്നുണ്ട്. ആദ്യമായി പോകുന്നത് ദേവികയിലേക്കാണ്. ദേവിക, തെക്കൻ കേരളത്തിൽ പൊതുവെ ഇന്നലെയും ഇന്നും മഴ അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പത്തനംതിട്ടയിൽ മാത്രമാണ് റെഡ് അലേർട്ട് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് അടക്കമുള്ള സാഹചര്യം? തീർച്ചയായിട്ടും ശ്രീകാർത്തിക, സംസ്ഥാനമൊട്ടാകെ ഇത്തരത്തിൽ മഴക്കെടുതി രൂക്ഷമാവുകയാണെങ്കിലും തെക്കൻ ജില്ലകളിൽ മഴ പൊതുവെ കുറവാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാത്രികളിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ പകൽ സമയങ്ങളിൽ ഇത്തരത്തിൽ മഴയ്ക്കൊരു ശമനമുണ്ടെന്നത് ആശ്വാസകരമാണ്. മഴക്കെടുതികളും വളരെ കുറവാണ്. ഈ തീരദേശ മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഈ കടലിൽ പോകുന്നതും കടലിലോട്ടുള്ള വിനോദസഞ്ചാരവും കടലിലിറങ്ങി കുളിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്ന് 4 ജില്ലകളിൽ ആണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ ജില്ലകളിൽ തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള അതിതീവ്ര മഴ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. ഒരു 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഇത്തരത്തിൽ അതിതീവ്ര മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ശ്രീകാർത്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ തന്നെ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീകാർത്തിക.
ശരി, തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങളാണ് ദേവിക ചന്ദ്രൻ നൽകിയത്. ഇനി മധ്യ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലെ വിശദാംശങ്ങളുമായി അശ്വതിയാണ് ചേരുന്നത്. അശ്വതി, എങ്ങനെയാണ് മധ്യ കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തമാണോ? നിലവിലെ ഒരു സാഹചര്യം ഏത് രീതിയിലാണ്? ശ്രീകാർത്തിക, ഇന്ന് രാവിലെ മഴ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഒരു സമയമായപ്പോഴാണ് ഏകദേശം മഴ ശക്തി പ്രാപിച്ചത്. ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ച് തീരദേശ മേഖലകളിലാണ് അതിശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കടലാക്രമണം അതിരൂക്ഷമാണ്. ഇന്നലെയും കണ്ണമാലി മേഖലകളിലൊക്കെ കടലാക്രമണം അതിരൂക്ഷമാവുകയും വീടുകളിലേക്ക് കടൽ കയറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇന്നും ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് ഈ കടലാക്രമണം ഉണ്ടാകുന്നത്. ആ സമയമാകുമ്പോഴേക്കും ഇന്നും കടലാക്രമണത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, അതിശക്തമായ മഴ ഈ മേഖലകളിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഉള്ളത്. ഇടുക്കിയിലാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി 7 മുതൽ രാവിലെ 7 വരെയുള്ള സമയങ്ങളിലാണ് യാത്ര നിരോധിച്ചിരിക്കുന്നത്. 30-ാം തീയതി വരെയാണ് നിലവിൽ ഈ യാത്രാ നിരോധനമുള്ളത്. മാത്രമല്ല, ഈ ടൂറിസം മേഖലകളിലെല്ലാം തന്നെ അടച്ചിടുകയും അതിശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. കാരണം മണ്ണിടിച്ചിലടക്കം ഉള്ള സാധ്യതകൾ ഈ മേഖലയിൽ ഉണ്ട് എന്നതാണ്. എറണാകുളം ജില്ലയിൽ ഇതുവരെയുള്ള സമയങ്ങളിൽ വെള്ളക്കെട്ട് പൊതുവെ കുറവാണ്. എന്നിരുന്നാലും നഗരഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സ്റ്റേഡിയം ലിങ്ക് റോഡിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നും അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലത്തേക്കാൾ കൂടുതൽ മഴ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുറെ കൂടി വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊച്ചി നഗരത്തിലെ 30% ഈ കാനവൃത്തിയാക്കൽ ജോലികൾ, അതായത് മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ജോലികൾ 30% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴ ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് അടക്കമുള്ള സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. എന്തായാലും തീരമേഖലകളിലാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഗുരുതരമായിരിക്കുന്നത്. പ്രത്യേകിച്ച് കടലാക്രമണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ, അതുപോലെ തന്നെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ തീരമേഖലകളിലെല്ലാം തന്നെ റെഡ് അലർട്ട് ആണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെയായിരുന്നു. ഇന്നും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലാക്രമണം ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ്. ശ്രീകാർത്തിക. ശരി, മധ്യ കേരളത്തിലെ വിശദാംശങ്ങളാണ് AT അശ്വതി കൊച്ചിയിൽ നിന്നും നൽകിയത്. ഇനി വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും വർഷ ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി വർഷ, ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ണിടിച്ചിലടക്കം രൂക്ഷമായ ചില പ്രശ്നങ്ങളും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ 2 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് ഉണ്ടല്ലോ. അതേ ശ്രീകാർത്തിക, കഴിഞ്ഞ 6 ദിവസമായി വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ്. ഇന്നിപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ കാറ്റും മഴയുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കൻ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് കോഴിക്കോട് ഇതിനോടകം തന്നെ ഉണ്ടായത്. ഇന്നലെ വീശിയ ശക്തമായ ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പലയിടങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു. ഈ ബേപ്പൂർ, വടകര ഭാഗങ്ങളിലെല്ലാം കടലാക്രമണം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടലാക്രമണം രൂക്ഷമായി പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു. അതേപോലെ തന്നെ മാവൂർ, ചാത്തമംഗലം ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെയാണ് ഇതിനോടകം മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ 4 ക്യാമ്പുകളാണ് ഇവിടെ കോഴിക്കോടുള്ളത്. 4 ക്യാമ്പുകളിലായി 144ഓളം പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം അത് 160ഓളം പേരുണ്ടായിരുന്നു. എന്നാൽ ചിലരെല്ലാം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും മഴ വരും മണിക്കൂറുകളിലും ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിലങ്ങാടാണ്. കാരണം കഴിഞ്ഞ വർഷം വലിയ ദുരന്തമുണ്ടായ ഇടമാണ് വിലങ്ങാട്. വലിയ ആളപായമില്ലെങ്കിലും കനത്ത നാശനഷ്ടമാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ മൂലം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിലങ്ങാടിന് ഒരു പ്രത്യേക ശ്രദ്ധ നൽകാൻ എപ്പോഴും ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ വിലങ്ങാട് 2 ക്യാമ്പുകളാണുള്ളത്. ഒന്ന് പാരിഷ് ഹാളിലും മറ്റൊന്ന് സെന്റ് ജോർജ് സ്കൂളിലുമാണ്. ഇവിടെ 2 ഇടങ്ങളിലുമായി ഇപ്പോൾ 50 പേരാണ് നിലവിലുള്ളത്. മുൻപ് ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാം വീടുകളിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻകരുതൽ എന്നോണം ഒരുപാട് പേരെയാണ് മാറ്റി പാർപ്പിക്കുന്നത്. എന്തായാലും ഇനി അത്തരം ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല
എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതേസമാനം ഇത് തന്നെയാണ് വയനാടുമുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വലിയ ദുരന്തമുണ്ടായ ഒരിടമാണ് വയനാട്. അതുകൊണ്ട് തന്നെ വയനാടിനും പ്രത്യേക ശ്രദ്ധ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മുൻപ് അവിടെ കൺട്രോൾ റൂമുകളെല്ലാം തുറന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത്ര പേടിപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങളാണ് വർഷ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. അതിനിടെ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. മാറ്റത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു. എത്ര കോടികൾ മുടക്കി പ്രചരണം നടത്തിയാലും അത് വിജയിക്കാൻ പോകുന്നില്ല. നിലമ്പൂരിലെ ജനങ്ങൾ UDF സ്ഥാനാർത്ഥി അരിയാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ഇന്ന് മുതൽ അവിടെ സജീവമായിട്ടുണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ നേതാക്കളും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൻവറുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന UDF-ഉം അൻവറും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണ് എന്നുള്ള വിമർശനം കൂടി CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ വൈകി. ഈ ഒരു 10 മാസത്തിന് ശേഷിക്ക് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വന്നത് ധാരണയാണെന്നാണ് പറയുന്നത്. അല്ല, ഉപതെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളല്ലോ തീരുമാനിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ചത്. ഞങ്ങളും കരുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനകത്ത് ഇപ്പോൾ എന്ത് ധാരണയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടയ്ക്ക് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല? അവർക്ക് ആവശ്യപ്പെടായിരുന്നല്ലോ. കേരളത്തിൽ മഴക്കാലമാണ്, തെരഞ്ഞെടുപ്പ് വേണ്ട എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല? അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ താല്പര്യം വേണ്ട. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഞങ്ങളെല്ലാവരും പ്രഖ്യാപനത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? 10 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിശോധിക്കേണ്ടത്. ഏതായാലും പരാജയ ഭീതി കൊണ്ടാണ് MV ഗോവിന്ദൻ്റെ ഈ ജൽപ്പനങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം. ഈ അൻവറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ചർച്ച സാധ്യതയുണ്ടോ? അതിനുള്ളൊരു മുൻകൈ അതിലെടുക്കുന്നുണ്ടോ? ഇന്നലെയും ഞാൻ കാര്യം അൻവർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചു. ഇന്നും അത് തുടരും. അദ്ദേഹത്തെ കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും UDF ശക്തമായി ഒറ്റക്കെട്ടായി തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാലവർഷം ശക്തമായതോടെ വലിയ ആശങ്കയിലാണ് ഇടുക്കി ചൊക്രമുടി നിവാസികളും ആദിവാസി സമൂഹവും. ചൊക്രമുടിയിലെ അനധികൃത തടയണ 15 ദിവസത്തിനകം നികത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല. മഴ ശക്തമായതോടെ തടയണയിൽ വെള്ളം കെട്ടിനിന്ന ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇടുക്കി ബൈസൺ വാലി വില്ലേജിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച തടയണയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തടയണയുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ചൊക്രമുടിയിലെ തടയണ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബർ 17-നാണ് ജില്ലാ കളക്ടർ ബൈസൺ വാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ വിദഗ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയിൽ തടയണ മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി. 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് 17 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള തടയണയുടെ മൺവരമ്പ് 4 മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും തങ്ങി നിന്ന് വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന തടയണയും അതുപോലെ തന്നെ ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന റോഡും പൊളിച്ചു മാറ്റണമെന്ന് കളക്ടർ ഉത്തരവിട്ടിട്ട് ഇന്നേക്ക് ഏതാണ്ട് 3 മാസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതിനു വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയോ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കോ പോവുകയോ ചെയ്തിട്ടില്ല. കാലവർഷം ശക്തമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. എത്രയും വേഗം തടയണയുടെ മൺവരമ്പുകൾ പൂർണ്ണമായി പൊളിച്ചുമാറ്റി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.
ഉരുൾപൊട്ടൽ ദുരിതബാധിതരോട് സർക്കാർ കാണിക്കുന്നത് അവഗണനയെന്നാരോപിച്ച് കോഴിക്കോട് വിലങ്ങാട് ഇന്ന് ഹർത്താൽ. കോൺഗ്രസും BJPയും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു, സർക്കാർ പ്രഖ്യാപനങ്ങൾ വൈകുന്നു, സർക്കാർ പുറത്തിറക്കിയ ദുരന്തബാധിതരുടെ ലിസ്റ്റിൽ പേരില്ല തുടങ്ങിയവയാണ് ആരോപണം. ഇതേ തുടർന്ന് ബുധനാഴ്ച വില്ലേജ് ഓഫീസിൽ പ്രതിഷേധക്കാർ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധത്തിനിടെ വില്ലേജ് ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നത് പോലീസ് തടയുന്നതിനിടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. ഇന്നും വില്ലേജ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം തുടരും. വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 50-ലേറെ പേർ പ്രതിഷേധം നടത്തി. UDF പ്രവേശനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തുടർ നടപടികൾ ആലോചിക്കാൻ PV അൻവർ. വൈകിട്ട് മഞ്ചേരിയിൽ പാർട്ടി യോഗം ചേരും. മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. UDF നേതൃയോഗവും ഇന്ന് നടക്കും. TK അരവിന്ദൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരവിന്ദൻ, നിലമ്പൂരിൽ ഇപ്പോഴും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്പെൻസ് തുടരുകയാണ്. ഏതായാലും അൻവറിനെ അനുനയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കുമോ UDFന്റെ ഒരു ശ്രമവും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീകാർത്തിക, തീർച്ചയായും UDFന്റെ ശ്രമം അൻവറിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി KC വേണുഗോപാലുമായി ചർച്ച നടത്താൻ അൻവർ തീരുമാനിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. KC വേണുഗോപാൽ തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഫോണിലൂടെയും മറ്റും ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്. അതിനിടെ കുഞ്ഞാലിക്കുട്ടിയും ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക താല്പര്യമെടുക്കുന്നുണ്ട്. അനുകൂലമായ നിലമ്പൂരിലെ ഒരു അന്തരീക്ഷം കൈവിട്ടു പോകരുതെന്നൊരു നിർബന്ധം മുസ്ലിം ലീഗിന് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ ഒരു അനുകൂല മനോഭാവമാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും അൻവറിന് പൂർണ്ണ പിന്തുണ നൽകുന്നില്ലെങ്കിലും മറ്റുള്ള പല നേതാക്കളും അൻവറിനെ ഒപ്പം ചേർക്കണമെന്നുള്ള ഒരു നിലപാടിലാണ്. അതിനാൽ തന്നെ മഞ്ഞിലുരാനുള്ള സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് TMCയുടെ നേതൃയോഗം മഞ്ചേരിയിൽ ചേരുന്നുണ്ട്. സംസ്ഥാന നേതൃയോഗമാണ് മഞ്ചേരിയിൽ നടക്കുന്നത്. അതിനിടയിൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ PV അൻവർ ശക്തമായ നിലപാട് TMCയുടെ യോഗത്തിൽ എടുക്കും എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതിന് മഞ്ഞെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. TMC നേതൃത്വവും അൻവറും ഒത്തുതീർപ്പിന് തയ്യാറായി മുന്നോട്ട് വരുന്നു. അതിനനുസരിച്ച് കോൺഗ്രസ് നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തും. അല്ലെങ്കിൽ വൈകിട്ട് നടക്കുന്ന TMC യോഗത്തിൽ PV അൻവർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും. TMCയുടെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശ്രീകാർത്തിക. ശരി, മലപ്പുറത്തു നിന്നും TK അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിക്കിം, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. 3 സംസ്ഥാനങ്ങളിലും പൊതുപരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെയും കാണും. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് ജമ്മു കശ്മീരിലെത്തും. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള അമിത്ഷായുടെ ആദ്യ ജമ്മു സന്ദർശനമാണിത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഷെല്ലാക്രമണത്തിൽ വൻ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും കൊലപാതകങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പൂഞ്ചും സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ സാമ്പത്തിക നയത്തിന് കനത്ത തിരിച്ചടി നൽകി US ഫെഡറൽ കോടതി. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. ഏകപക്ഷീയമായി താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടി അധികാര ദുർവിനിയോഗമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ചുങ്കം ചുമത്താൻ പ്രസിഡന്റിന് ഏകപക്ഷീയമായ അധികാരമില്ല. മറ്റ് രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിന് US ഭരണഘടന കോൺഗ്രസിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ടെന്നും സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരം ഇതിനെ മറികടക്കുന്നില്ലെന്നും മാൻഹട്ടൻ ആസ്ഥാനമായുള്ള കോടതി പറഞ്ഞു. എന്തായാലും വിധി വന്ന മിനിറ്റുകൾക്കുള്ളിൽ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയിട്ടുണ്ട്. അതിനിടെ ട്രംപ് ഭരണകൂടത്തിന്റെ ചെലവ് ചുരുക്കൽ വകുപ്പ് വിടാൻ ഒരുങ്ങി ഇലോൺ മസ്ക്. എക്സ് പോസ്റ്റിലൂടെയാണ് മസ്ക് തന്റെ തീരുമാനം ലോകത്തെ അറിയിച്ചത്. തനിക്ക് നൽകിയ അവസരത്തിന് അദ്ദേഹം ട്രംപിനോട് നന്ദി അറിയിക്കുകയും ചെയ്തു. എല്ലാ വർഷവും 130 ദിവസത്തെ സേവനങ്ങൾക്കായി ട്രംപ് ഭരണമേറ്റതു മുതൽ മസ്കിനെ നിയമിക്കുകയായിരുന്നു. ഈ കാലാവധി മെയ് അവസാനം തീരാനിരിക്കെയാണ് ഇലോൺ മസ്കിന്റെ പോസ്റ്റ്. ട്രംപ് അവതരിപ്പിച്ച ബജറ്റിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് മസ്കിന്റെ പുറത്തേക്ക് പോക്ക്. ബജറ്റിലുള്ള പ്രതിരോധ വിഹിതത്തെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് പ്രസിഡന്റിന്റെ അജണ്ടയാണ് ബജറ്റായി അവതരിപ്പിച്ചതെന്നും ആരോപിച്ചിരുന്നു. ഇനി മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. CBSE +2 പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിച്ച പാലക്കാട് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി കൃഷ്ണ ഭഗവതി കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് എന്നീ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്ക് നേടി ദേശീയ തലത്തിൽ 3ാം സ്ഥാനത്തെത്തിയ കൃഷ്ണ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ്. പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും വിജയത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് കൈപിടിച്ചാനയിച്ച സ്കൂളിന്റെ ചരിത്രവിധിയിൽ പൊൻതിളക്കമേകാൻ ഈ വർഷവും പാലക്കാട് അമൃത വിദ്യാലയത്തിനായി.
500-ൽ 492 മാർക്ക് നേടിയാണ് പാലക്കാട് അമൃത വിദ്യാലയം ദേശീയതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 12ാം ക്ലാസ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ കൃഷ്ണ ഭഗവതി എന്ന വിദ്യാർത്ഥിനിയാണ് 500-ൽ 492 മാർക്ക് കരസ്ഥമാക്കിയത്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൽ മാം ആണെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇവിടുത്തെ ബോർഡ് എക്സാമിന് വേണ്ടി 10th-ലാണെങ്കിലും 12th-ലാണെങ്കിലും പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ തുടങ്ങും. ഫെബ്രുവരിയിൽ തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്കൊരു വേഗം തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് തരും നമുക്ക്. അതിനുശേഷം പിന്നെ ഒക്ടോബർ നവംബർ മുതൽ ഫുൾ എക്സാംസ് ആണ്. ആ എക്സാംസ് കാരണം നമുക്ക് പേടിയും ബോർഡ് എക്സാം ശരിക്കും വരുമ്പോൾ നമുക്ക് ടെൻഷൻ വളരെ കുറവായിരിക്കും. ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് തന്നെയാണ് അവൾക്ക് ഈ സക്സസിൻ്റെ കാര്യം. ഇവളുടെ അനിയത്തിയും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. 9th ആണ് അവൾ. സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ്, കൾച്ചറൽ സപ്പോർട്ട്, കുട്ടികളുടെ അക്കാഡമിക്സ് മാത്രമല്ല അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കൂടെ ഈ സ്കൂൾ ഒരു ഹെൽപ്ഫുൾ എയ്ഡാണ്. CBSE 10ാം തരത്തിൽ 500-ൽ 490 മാർക്ക് കരസ്ഥമാക്കി മൈഥിലി എസ് എന്ന കൊച്ചുമിടുക്കിയും സ്കൂളിലെ താരമായി മാറി. ദേശീയ തലത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ മൈഥിലി എസ് 98% മാർക്ക് നേടി. ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും പിന്നെ പ്രിൻസിപ്പലിൻ്റെ ആണെങ്കിലും സ്കൂളിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ഹെൽപ്പ് കാരണം 98% സ്കോർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസിലും ഇവിടെ തന്നെ പഠിക്കുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പാഠഭാഗങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. ഷീ വാസ് വെരി സിൻസിയർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. അക്കാഡമിക്കലി ആയെങ്കിലും അത്ലറ്റിക് വൈസ് ആണെങ്കിലും ആൻഡ് ക്രിയേറ്റിവിറ്റി അങ്ങനെ കുറേ എക്സ്ട്രാ കരിക്കുലർ ഓൾസോ ഷീ ഈസ് വെരി ഗുഡ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രയത്നവും അക്കാഡമിക് മെന്ററായ കവിതാ സുധീറിന്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശവും എല്ലാറ്റിനുമുപരി മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൃപയുമാണ് കുട്ടികൾക്ക് ഉന്നത വിജയം നേടാൻ കാരണമായതെന്ന് പാലക്കാട് അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി നീരാഗാമൃത ചൈതന്യ പറഞ്ഞു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമവും പിന്നെ അക്കാഡമിക് മെൻറ്ററായ മിസ്സിസ് കവിതാ സുധീറിൻ്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശവും എല്ലാറ്റിലും ഉപരി അമ്മയുടെ കൃപയും എല്ലാം ഒത്തുചേർന്ന് വരുന്നു. ഇതുകൊണ്ടാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾക്ക് എല്ലാ വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. സിസ്റ്റമാറ്റിക്കായി നൽകുന്ന പരിശീലനമാണ് കുട്ടികളുടെ ഉയർന്ന വിജയത്തിന് പിന്നിലെന്ന് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജ് ഗീതാ മോഹൻ പറഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ നൽകുന്നത്. പോർഷൻസ് എല്ലാം വളരെ നേരത്തെ തീർത്ത് അവർക്ക് വേണ്ട റിവിഷനും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 മോഡൽ എക്സാംസ് നടത്തി അവരെ പരീക്ഷ എഴുതാൻ പ്രാപ്തരാക്കിയിട്ടാണ് ഇവിടുന്ന് അയക്കുന്നത്. അമൃത വിദ്യാലയത്തിന്റെ അഭിമാനഭാജനങ്ങളായ മക്കളുടെ അച്ചടക്കമാർന്ന പഠനത്തിന്റെയും അധ്യാപകരുടെ മികവാർന്ന പരിശീലനത്തിന്റെയും രക്ഷിതാക്കളുടെ പിന്തുണയുടെയും ഫലമാണ് ഇത്തവണത്തെയും മികച്ച വിജയം. അമൃത ന്യൂസ്, പാലക്കാട്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ ശ്രീ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്നലത്തേതിൽ നിന്നും നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രകടവുമായിരുന്നു. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുൻനിര സൂചികയായി നിഫ്റ്റി ഇപ്പോൾ 25,000 എന്ന പ്രധാന നിലവാരത്തിന് താഴെയാണ് വ്യാപാരം നടക്കുന്നത്. ഈ ഒരു നിലവാരം ഭേദിച്ച് 25,000-ന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതുവരെ ഈ രീതിയിൽ കൂടിയും കുറഞ്ഞുമുള്ള ഒരു വ്യാപാരമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രണ്ടാം തര ചെറുകിട ഓഹരികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല തോതിൽ നിക്ഷേപ താല്പര്യം കണ്ടിരുന്നു. എന്ന് മാത്രമല്ല, മുൻനിര ഓഹരി സൂചികകളിൽ ഇടിവുണ്ടാവുന്ന സമയങ്ങളിലും രണ്ടാം തര ചെറുകിട ഓഹരികളിൽ ആ ഒരു നിലവാരത്തിന് നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യവും കണ്ടിരുന്നു. വരും ദിവസങ്ങളിലും രണ്ടാം തര ചെറുകിട ഓഹരികളിൽ നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ അത് വിപണിയുടെ അന്തർധാര ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി ഇടപെടുന്നത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ച് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിലറ്റ നിക്ഷേപത്തിലായിരുന്നു. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇന്നലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാണ്ട് 4,300 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും 7,000 കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് ഉണ്ടായത്. ഈ ഒരു നില തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ മുന്നോട്ട് നീക്കത്തിൽ സഹായമാവുകയും ചെയ്യും. എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ ഇനിയും തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 25,500 എന്ന നിലവാരമാണ് വിപണിയുടെ നിഫ്റ്റിയുടെ അടുത്തൊരു പ്രതിരോധ നിലവാരം. അതിന് ഇതുവരെ വിപണിയിൽ പ്രതികരിക്കാതെ അല്ലെങ്കിൽ വിപണിയുടെ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റത്തിൽ പങ്കുകൊണ്ടാടുന്ന മേഖലകളിൽ കൂടെ ഒരു നിക്ഷേപ താല്പര്യമുണ്ടാവുകയാണ് ഇച്ഛയും അതും വിപണിയുടെ മുന്നോട്ട് നീങ്ങുന്ന പ്രേരകമാവും. എന്തായാലും ഇന്നലത്തേതിനെക്കാട്ടും നേരിയ നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. വേൾഡ് ഹങ്കർ ഡേ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ വിപുലമായ പരിപാടികൾ നടന്നു. ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA മുഖ്യാതിഥിയായി. വിശപ്പുരഹിത ലോകം പദ്ധതിയായി മലബാർ ഗോൾഡ് ഈ വർഷം 120 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിന് അത്യാധുനിക സംവിധാനങ്ങളോടുള്ള അടുക്കളകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഭക്ഷണം തയ്യാറാക്കുന്നതിന് പരിശീലനം ലഭിച്ച പാചക വിദഗ്ധരെയും മറ്റു ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ തണലുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് ഷോറൂം ഹെഡ് സക്കീർ ഹുസൈൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷെറിജ് VS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ലോകമെങ്ങും 100ഓളം വേദികളിലായി നടത്താറുള്ള മത്സരം ജൂൺ 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഇന്ത്യയിൽ 8ഓളം വേദികളിലായി നടത്തും. കേരളത്തിൽ 4 വേദികളിലായാണ് മത്സരം. കൂടാതെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, അമരാവതി, ഫരീദാബാദ് എന്നിവിടങ്ങളിലും മത്സരം നടക്കും. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യയുമായി സഹകരിച്ച് ഇന്ത്യയിൽ അമൃത വിശ്വവിദ്യാപീഠവും ക്യൂ ഫാക്ടറിയുമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ, കൊല്ലം അമൃതപുരി അമൃത സർവകലാശാല ക്യാമ്പസ്, കൊച്ചി ഇടപ്പള്ളിയിലുള്ള അമൃത ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസ്, കോഴിക്കോട് വെള്ളിമാടുകുന്നുള്ള അമൃത വിദ്യാലയം എന്നീ സ്ഥാപനങ്ങളാണ് ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിന്റെ കേരളത്തിലെ വേദികൾ. രജിസ്ട്രേഷന് വേണ്ടി amrita.link/quiz എന്ന ലിങ്ക് സന്ദർശിക്കുക. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജൂൺ 6 ആണ്. IPL ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ഒന്നാം ക്വാളിഫയറിൽ ആദ്യ 2 പഞ്ചാബും ബംഗളൂരുവും നേർക്കുനേരെത്തുന്നു. മലൻപുരയിലെ മഹാരാജ് യാദവേന്ദ്ര സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ജയിക്കുന്ന ടീം ഫൈനലിലേക്ക് കടക്കും. തോൽക്കുന്ന ടീം ക്വാളിഫയർ റൗണ്ടിൽ കളിക്കേണ്ടി വരും. 14 മത്സരങ്ങളിൽ നിന്ന് 9 ജയവും 4 തോൽവിയും വഴങ്ങിയാണ് പഞ്ചാബ് കിങ്സ് ക്വാളിഫയറിൽ എത്തിയിരിക്കുന്നത്. സമാന സ്കോറിൽ തന്നെയാണ് ബംഗളൂരുവിന്റെയും പ്രവേശനം. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.